Hi all, welcome to Learnino. നമുക്ക് ഗ്രൂപ്പ് എ ആൻഡ് ബിയുടെ മൊഡ്യൂൾ 2-ൽ നിന്ന് എക്സ്പെക്റ്റ് ചെയ്യാവുന്ന എസ്എ ക്വസ്റ്റ്യൻസ് നോക്കാം. അപ്പോൾ എസ്എ ക്വസ്റ്റ്യൻ 9 മാർക്ക് ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ അതിനകത്തു നിന്ന് ഏതൊക്കെ ക്വസ്റ്റ്യൻസ് ആണെന്ന് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഡിസ്കസ് ദ ക്ലാസിഫിക്കേഷൻ ഓഫ് നാനോ മെറ്റീരിയൽ ബേസ്ഡ് ഓൺ ഡയമെൻഷൻ വിത്ത് എക്സാമ്പിൾ. ഇത് ഒത്തിരി ചോദിച്ചിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. നാനോ മെറ്റീരിയൽസിനെ ഡയമെൻഷൻ വെച്ചിട്ടുള്ള ക്ലാസിഫിക്കേഷനും അതിൻ്റെ എക്സാമ്പിളും. ബേസ്ഡ് ഓൺ ദ ഡയമെൻഷൻ, നാനോ മെറ്റീരിയൽ ക്യാൻ ബി ക്ലാസിഫൈഡ് ഇൻറ്റു 4, 0 dimensional, 1 dimensional, 2 dimensional and 3 dimensional. 0 dimension nanomaterial means nanomaterial with XY ZR at nanoscale. അതായത് 3 ആക്സിസും എക്സും വൈയും ഇസഡും 1 to 100 നാനോമീറ്ററിനകത്താണെങ്കിൽ ഇറ്റ് ഈസ് കാൾഡ് 0 dimension nanomaterial. Example, fullerene, quantum dots, nanospheres, dendrimers, etc. Then 1 dimension nanomaterial means എക്സും വൈയും നാനോസ്കെയിൽ റീജിയനിലും ഇസഡ് മൈക്രോസ്കെയിൽ റീജിയനിലും ആണെങ്കിൽ അങ്ങനെയുള്ള നാനോ മെറ്റീരിയൽസ് എല്ലാം നീഡിൽ ഷേപ്പ്ഡ് നാനോ മെറ്റീരിയൽസ് ആയിരിക്കും. എക്സാമ്പിൾ, നാനോ ഫൈബേഴ്സ്, നാനോ ട്യൂബ്സ്, നാനോ റോഡ്സ് ആൻഡ് നാനോ വയേഴ്സ്. എക്സും വൈയും ഇസഡും നാനോ സ്കെയിൽ ആണെങ്കിൽ 0, എക്സും വൈയും മാത്രം നാനോ സ്കെയിലാണെങ്കിൽ ഇറ്റ് ഈസ് കോൾഡ് 1 dimension. Then 2-dimensional nanomaterial. 2-dimensional nanomaterial means nanomaterial which only one external dimension, x is at nanoscale while other two are outside the nanoscale. X മാത്രം nanoscale, z ഉം y ഉം outside. Thin films, nano layers, nano coatings, nano plates. ഇതൊക്കെയാണ് എക്സാമ്പിൾ. Then 3-dimensional nanomaterial. x ഉം y ഉം z ഉം outside the nanometer range ആണെങ്കിൽ അതിനെ വിളിക്കുന്ന പേരാണ് 3-dimensional nanomaterial. Nano composites, bundles of nanowires, etc. അതിന് എക്സാമ്പിൾ ആണ്. Then discuss the structure, properties and application of graphene. അപ്പോൾ ഇവിടെ നമ്മൾ കുറേ നാനോ മെറ്റീരിയൽസിനെ കുറിച്ച് പഠിക്കുന്നുണ്ട്. അതിനകത്ത് ഒരു നാനോ മെറ്റീരിയലാണ് ഗ്രാഫീൻ. അപ്പോൾ അതിൻ്റെ സ്ട്രക്ചർ, പ്രോപ്പർട്ടി, ആപ്ലിക്കേഷൻ ആണ് ചോദിച്ചിരിക്കുന്നത്. സിംഗിൾ ലെയർ ഓഫ് ഗ്രാഫൈറ്റ് ഈസ് കാൾഡ് ഗ്രാഫീൻ. ഇറ്റ് ഈസ് ആൻ അലോട്രോപ്പ് ഓഫ് കാർബൺ. ഇറ്റ് ഹാസ് ഹണി കോംബ് ലൈക്ക് സ്ട്രക്ചർ. ഇനി അതിനകത്തുള്ള കാർബൺ ആറ്റംസ് എല്ലാം sp2 ഹൈബ്രിഡൈസ്ഡ് ആണ്. ഇതൊരു 2-dimensional സ്ട്രക്ചറിൻ്റെ എക്സാമ്പിൾ ആണ്. ഇറ്റ് ഈസ് വെരി തിൻ, flexible and stretchable material available in variety of forms. അതായത് നമുക്ക് ഈ ഗ്രാഫിനെ പല ഫോമിലോട്ട് മാറ്റാനായിട്ട് പറ്റും. The properties വരുമ്പോൾ it is also one of the finest and strongest material. Conduct heat better than all other material. ഏത് മെറ്റീരിയലിനെ എടുത്ത് നോക്കിയാലും അതിനെക്കാട്ടും ബെറ്റർ ആയിട്ട് ഹീറ്റ് കണ്ടക്ട് ചെയ്യും. It is a greater conductor of electricity. It is optically transparent. It's so dense that is impermeable to gas. Not even helium can pass through it. അതിനകത്തൂടെ ഹീലിയം ഗ്യാസിന് പോലും പാസ് ചെയ്യാനായിട്ട് പറ്റില്ല. It has highest surface area, high tensile strength and high electrical current density. അപ്പോൾ ഇതൊക്കെയാണ് ഗ്രാഫീൻ്റെ പ്രോപ്പർട്ടീസ്. Then application, it is used in electronics and optics, used in sensors, used in bio devices, used in biomedical fields, targeted drug delivery, implanting, penetration, etc. Then used in photovoltaic cells, used in energy storage and used in cancer therapy. ഇതൊക്കെയാണ് ഇതിൻ്റെ ആപ്ലിക്കേഷൻസ്. അപ്പോൾ ഏതെങ്കിലും ഒരു 4 പ്രോപ്പർട്ടി 4 ആപ്ലിക്കേഷൻസ് പഠിച്ചു വയ്ക്കുക. Then third question is describe the structure, properties and application of carbon nanotubes. അടുത്തത് കാർബൺ നാനോ ട്യൂബിൻ്റെ സ്ട്രക്ചർ, പ്രോപ്പർട്ടി ആൻഡ് ഇറ്റ്സ് ആപ്ലിക്കേഷൻ. Carbon nanotubes are hollow cylinders of carbon atom. കാർബൺ ആറ്റത്തിൻ്റെ ഹോളോ സിലിണ്ടറിനെയാണ് കാർബൺ നാനോ ട്യൂബ് എന്ന് പറയുന്നത്. A CNT consists of a sheet of carbon atom that are sp2 hybridized and a hexagonal symmetry. കാർബൺ ആറ്റംസ് എല്ലാം sp2 hybridizedും hexagonal symmetryയുമാണ്. Such a 2-dimensional sheet is called graphene. അങ്ങനെയുള്ള 2-dimensional ഷീറ്റിനെ വിളിക്കുന്ന പേരാണ് graphene. A CNT is produced by rolling graphene sheet into a cylindrical shape. അപ്പോൾ ഗ്രാഫീനെ റോൾ ചെയ്ത് സിലിണ്ടറിക്കൽ ഷേപ്പിനെ വിളിക്കുന്ന പേരാണ് കാർബൺ നാനോ ട്യൂബ്. ഇനി 2 എൻഡിലും 6 മെമ്പേർഡ് റിംഗ് വെച്ചിട്ട് ക്ലോസ് ചെയ്തിട്ടുണ്ട്. ഇതാണ് നമ്മുടെ കാർബൺ നാനോ ട്യൂബിൻ്റെ ഓവറോൾ ഉള്ളൊരു സ്ട്രക്ചർ. ഇവരുടെ ക്യാരക്ടേഴ്സ് നോക്കുവാണെങ്കിൽ എക്സ്ട്രീംലി സ്ട്രോങ് ആണ്, ഹാവ് യുണീക്ക് ഇലക്ട്രിക്കൽ ആൻഡ് മെക്കാനിക്കൽ പ്രോപ്പർട്ടീസ്. There are
10,000 times thinner than human hair. They possess very high tensile strength and stiffness. CNT can also act as conductors or semiconductors depending upon their chirality. Chirality അനുസരിച്ച് കണ്ടക്ടർ ആയിട്ടും സെമി കണ്ടക്ടർ ആയിട്ടും ആക്ട് ചെയ്യാൻ പറ്റും. They possess very low density. They possess high conductivity, chemical specificity and inertness. High thermal conductivity. ഡയമണ്ടിനെ കാട്ടിയും ടോയ്സ് ആണ് ഈ ഒരു CNT-യുടെ thermal conductivity എന്ന് പറയുന്നത്. Then application, nanotubes led to a new generation of electronic devices. New generation electronic devices യൂസ് ചെയ്യുന്നുണ്ട്. ഈ കാർബൺ നാനോ ട്യൂബ് തന്നെ രണ്ടെണ്ണം ഉണ്ട്. സിംഗിൾ വാൾഡ് കാർബൺ നാനോ ട്യൂബും മൾട്ടി വാൾഡ് കാർബൺ നാനോ ട്യൂബും. സിംഗിൾ വാൾഡ് കാർബൺ നാനോ ട്യൂബ് ആർ സ്ട്രോങ്ങർ and lighter than steel, hence they are used for making light but strong composite material. Weight കുറഞ്ഞതും സ്ട്രോങ് ആയിട്ടുള്ള കോമ്പോസിറ്റ് മെറ്റീരിയൽ ഉണ്ടാക്കാനായിട്ടാണ് സിംഗിൾ വാൾഡ് കാർബൺ നാനോ ട്യൂബ് യൂസ് ചെയ്യുന്നത്. Multi-walled carbon nanotube has good heat and electrical conducting, and they find use in chemical sensors and conducting paints. Multi-walled carbon nanotubes are used in lithium-ion battery. Carbon nanotubes are used for treatment of cancer. They absorb light from infrared and infiltrate the tumor. അപ്പോൾ ക്യാൻസർ ട്രീറ്റ്മെൻറ്റിനും ട്യൂമറിനകത്തോട്ട് പെനട്രേറ്റ് ചെയ്യാനും ഒക്കെ ഇത് യൂസ് ചെയ്യുന്നുണ്ട്. ഇൻ മെഡിക്കൽ ഫീൽഡ്, the carbon nanotubes are used in implant material, and nanotube loaded drugs can be applied directly to the affected area. Implant material ആയിട്ടും ഡ്രഗ് ഡെലിവറിക്കും ഒക്കെ ഈ കാർബൺ നാനോട്യൂബ് യൂസ് ചെയ്യുന്നുണ്ട്. Then fourth question, how is polyaniline synthesized? List any two properties and application. പോളിഅനിലിൻ എങ്ങനെയാണ് സിന്തസൈസ് ചെയ്യുന്നത്? പോളിഅനിലിൻ ഒരു പോളിമർ ആണ്. ഇറ്റ് ഈസ് സിന്തസൈസ്ഡ് ബൈ ഓക്സിഡേറ്റീവ് പോളിമറൈസേഷൻ ഓഫ് അനിലിൻ അണ്ടർ അസിഡിക് കണ്ടീഷൻ. അതായത് ഓക്സിഡേറ്റീവ് പോളിമറൈസേഷൻ, ഓക്സിഡേഷൻ വഴി എന്ത് ചെയ്യുന്നുണ്ട്, നമുക്ക് ഈ ഒരു അനിലിനെ പോളിഅനിലിനെ സിന്തസൈസ് ചെയ്യാം. ദ കമ്പോണൻസ് ആർ ഡിസോൾവ്ഡ് ഇൻ 1 molar HCl and the solution slowly combines. The reaction is very exothermic. ഈ റിയാക്ഷൻ വളരെ എക്സോതെർമിക് ആണ്. അപ്പോൾ ഈ ഒരു റിയാക്ഷൻ്റെ ഫലമായിട്ട് ഫോം ചെയ്യുന്ന പ്രസിപ്പിറ്റേറ്റ് പോളിഅനിലിൻ ആയിരിക്കും. അപ്പം നമുക്കിവിടെ സിമ്പിളായിട്ടൊരു ഓക്സിഡേഷൻ മെത്തേഡാണ്. അനിലിൻ എന്ന് പറഞ്ഞാൽ ബെൻസീനകത്ത് NH2 വരുന്നവരാണ്. അവരെ ഓക്സിഡൈസ് ചെയ്യുക, വി ഗെറ്റ് പോളിഅനിലിൻ. പോളിഅനിലിൻ മീൻസ് ഒത്തിരി അനിലിൻ യൂണിറ്റുകളെ അടുക്കി വെച്ചിരിക്കുന്നതാണ് പോളിഅനിലിൻ എന്ന് പറയുന്നത്. അപ്പോൾ ഓക്സിഡേറ്റീവ് പോളിമറൈസേഷൻ ഓഫ് അനിലിൻ അണ്ടർ അസിഡിക് കണ്ടീഷൻ ഗീവ്സ് പോളിഅനിലിൻ. Properties, it is a synthetic material. It is also called as a synthetic metal. Then polyaniline shows different colors. പല കളറിൽ കാണുന്നുണ്ട്. 3 ഡിഫറെൻ്റ് ഓക്സിഡേഷൻ സ്റ്റേറ്റ്സ് ഉണ്ട്. ലൈറ്റ് വെയിറ്റ് ആണ്, മെക്കാനിക്കൽ സ്റ്റെബിലിറ്റി ഉണ്ട്. ദാറ്റ് ക്യാൻ ബി ഡോപ്ഡ് ഫോർ ഇൻക്രീസിങ് കണ്ടക്ടിവിറ്റി. ഇതിനകത്തോട്ട് ഫോറിൻ സബ്സ്റ്റൻസ് ആഡ് ചെയ്തുകൊണ്ട് നമുക്ക് കണ്ടക്ടിവിറ്റി കൂട്ടാനായിട്ട് പറ്റും. ആപ്ലിക്കേഷൻസ് വന്ന് it can be used in biosensors, used in rechargeable batteries, used in corrosion protection and supercapacitors. ഇതിലൊക്കെയാണ് ഈ പറയുന്ന പോളിഅനിലിൻ യൂസ് ചെയ്യുന്നത്. പോളിഅനിലിൻ is a polymer derived from its monomer aniline by oxidative polymerization. Okay. Then next question is, how is polypyrrole synthesized? Polypyrrole ആണ് അടുത്തത്. Polypyrrole can be synthesized by electrochemical techniques. By the electrolysis of pyrrole in aqueous acetonitrile solution using platinum electrolyte. അപ്പോൾ ഇലക്ട്രോലൈസിസ് വഴി, പൈറോളിൻ്റെ ഇലക്ട്രോളിസിസ് വഴിയോ ഓക്സിഡേറ്റീവ് പോളിമറൈസേഷൻ വഴിയോ ഒക്കെ നമുക്ക് ഈ ഒരു പോളിപൈറോളിനെയും സിന്തസൈസ് ചെയ്യാം. പൈറോൾ മീൻസ് ഒരു 5-membered റിങ്ങിനകത്ത് NH ഗ്രൂപ്പ് വരുന്നവരെ അവരെ ഓക്സിഡേറ്റീവ് പോളിമറൈസേഷൻ നടത്തുക, അല്ലെങ്കിൽ നമുക്ക് ഇലക്ട്രോളിസിസ് നടത്തിയാലും നമുക്ക് പോളിപൈറോള് കിട്ടും. ഈ അനിലിൻ പോലെ തന്നെ പോളിപൈറോളിനും എന്തുണ്ട്, പ്രോപ്പർട്ടീസും ആപ്ലിക്കേഷൻസും ഉണ്ട്. Polypyrrole shows different colors. Normally polypyrroles are insulators and oxidative derivatives are conductors. High chemical resistance. Polypyrrole films are yellow but darken in air due to oxidation. Doped films are blue-black depending on the degree of polymerization. അപ്പോൾ ഡോപ്പ് ചെയ്യുന്നതോടും കളറിലൊക്കെ വ്യത്യാസം വരും. അമോർഫസ് ആണ് അവർ.
In application, it is used in biosensors, tissue engineering, potential vehicle for drug delivery. It is also employed as counter electrodes in dye-sensitized solar cell. ഇതൊക്കെയാണ് അതിൻ്റെ applications വരുന്നത്. Polyaniline, polypyrrole. Next question is, what are OLEDs? Explain the construction and working of OLED with help of a neat labeled sketch. എന്താണ് OLED? OLED means Organic Light Emitting Diode. അതൊരു അഡ്വാൻസ്ഡ് ഫോമാണ്. അതായത് ഇതിൻ്റെ എമിസീവ് ലെയറിൽ ഓർഗാനിക് മെറ്റീരിയൽ വെച്ചിട്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്. ടി വി, സ്മാർട്ട് ഫോൺ, വാച്ചസ്, ഡിസ്പ്ലേസ് ഇതിലെല്ലാം OLED യൂസ് ചെയ്യുന്നുണ്ട്. ഇതിൻ്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ വന്നിട്ട് ഇലക്ട്രിക് കറണ്ട് എക്സൈറ്റ് ഓർഗാനിക് മോളിക്യൂൾ. ഇലക്ട്രിക് കറണ്ട് കൊടുക്കുമ്പോൾ ഇതിനകത്തുള്ള ഓർഗാനിക് മോളിക്യൂൾസ് എക്സൈറ്റ് ചെയ്യും. ദിസ് മോളിക്യൂൾ എമിറ്റ് ലൈറ്റ് ഡ്യൂ ടു ഇലക്ട്രോലുമിനസെൻസ്. ലൈറ്റ് ഈസ് എമിറ്റഡ് ത്രൂ ദ സബ്സ്ട്രേറ്റ്. അതിലൊരു പ്ലാസ്റ്റിക്കോ ഗ്ലാസോ സബ്സ്ട്രേറ്റ് കാണും, അതിലൂടെ ലൈറ്റ് എമിറ്റ് ചെയ്യുന്നു. ഇതിനകത്തുള്ള പാർട്സ് സബ്സ്ട്രേറ്റ്, ആനോഡ്. Usually indium titanium oxide is used as an anode. Then organic layers, emissive layer ഉണ്ട് ETL, conductive layer HTL, cathode. Cathode is usually aluminum, barium or calcium. അപ്പോൾ substrate, anode, organic layers, emissive layer, conductive layer and then cathode. Okay. This is the figure. ഇതാണ് ഫിഗർ. ഇതിനകത്ത് കാഥോഡ്, ദെൻ ആനോഡ്, എമിസീവ് ലെയർ, കണ്ടക്റ്റീവ് ലെയർ എല്ലാം ഉണ്ട്. എന്താണ് ഇതിൻ്റെ വർക്കിംഗ്? ടു മേക്ക് ആൻ OLED ലൈറ്റ് അപ്പ് വി സിംപ്ലി അറ്റാച്ച് എൻ വോൾട്ടേജ്. ഒരു വോൾട്ടേജ് കൊടുക്കുന്നുണ്ട്. ആസ് ഇലക്ട്രിസിറ്റി സ്റ്റാർട്ട് ടു ഫ്ലോ, ദ കാഥോഡ് റിസീവ്സ് ഇലക്ട്രോൺ ഫ്രം ദ പവർ സോഴ്സ് ആൻഡ് ആനോഡ് ലോസസ് ദം. ഇലക്ട്രിസിറ്റി പാസ് ചെയ്യിക്കുന്ന സമയത്ത് കാഥോഡ് ഇലക്ട്രോൺസിനെ സ്വീകരിക്കുകയും ആനോഡ് ഇലക്ട്രോൺസിനെ ലോസ് ചെയ്യുകയും ചെയ്യും. Now we have a situation where the added electrons are making the n-type emissive layer negatively charged and p-type conductive layer positively charged. അങ്ങനെ ഇലക്ട്രോണിനെ കൊടുക്കുകയും വാങ്ങിക്കുകയും ചെയ്യുന്ന സമയത്ത് n-type emissive layer നെഗറ്റീവ്ലി ചാർജ്ഡും കണ്ടക്റ്റീവ് ലെയർ പോസിറ്റീവ്ലി ചാർജ്ഡും ആവും. ആ സമയത്ത് പോസിറ്റീവ് ഹോൾസ് മൊബൈലാണ്. അവരെന്ത് ചെയ്യും? ഒരു പോസിറ്റീവ് ഹോൾ ജമ്പ് ചെയ്ത് ഒരു നെഗറ്റീവ് ഹോളിനടുത്തേക്ക് വരും. When a hole meet an electron, the two things cancel out and release a brief burst of energy in the form of quantum of light or photon. This process is called recombination. അപ്പോൾ ഇങ്ങനെ, അതായത് വോൾട്ടേജ് കൊടുക്കുന്ന സമയത്ത് ആനോഡ് ഇലക്ട്രോണിനെ ലോസ് ചെയ്യുകയും കാഥോഡ് ഇലക്ട്രോണിനെ വാങ്ങുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ എമിസീവ് ലെയർ നെഗറ്റീവ്ലി ചാർജ്ഡും കണ്ടക്റ്റീവ് ലെയർ പോസിറ്റീവ്ലി ചാർജ്ഡും ആകുന്നു. ഈ പോസിറ്റീവ് ലെയർ ഹൈലി മൊബൈൽ ആയതുകൊണ്ട് തന്നെ ഈ പോസിറ്റീവ് ലെയർ ജമ്പ് ചെയ്ത് നെഗറ്റീവ് ലെയറിലേക്ക് വരുന്നു. ഒരു പോസിറ്റീവും നെഗറ്റീവും കൂടെ തമ്മിൽ ചേരുമ്പോൾ റീകോമ്പിനേഷൻ നടത്തുകയും അതിൽ നിന്ന് എനർജി പുറത്തേക്ക് പോവുകയും ചെയ്യും. ദാറ്റ് എനർജി ഈസ് ഇൻ ദ ഫോം ഓഫ് ലൈറ്റ്. ഓക്കെ, ഇങ്ങനെയാണ് നമ്മുടെ OLED വർക്ക് ചെയ്യുന്നത്. Advantage: it is lightweight, flexible, plastic substrate, better power efficiency, cold lightning source, fast response time, high contrast ratio. Used in devices OLED, TV, OLED camera, smartphone, smartwatches, lightning wearables, sensors, biomedical devices, micro displays, etc. ഓക്കെ, അപ്പോൾ അതാണ് ആ ഒരു ഇത്. അപ്പോൾ ഇതിൽ LED ചോദിച്ചു കഴിഞ്ഞാൽ അതിനെക്കുറിച്ച് എഴുതുക, ദെൻ അതിൻ്റെ പാർട്സ് എഴുതുക, ഫിഗർ വരയ്ക്കുക, വർക്കിംഗ്, അഡ്വാൻറ്റേജ്, ആപ്ലിക്കേഷൻ. Then what are dye sensitized solar cell? Explain the construction and working of DSC with the help of a neat labeled sketch. ഇതൊരു ടൈപ്പ് സോളാർ സെല്ലാണ്. അതായത് ഒരു ഡൈ ഉപയോഗിച്ചുകൊണ്ട് ലൈറ്റിനെ അബ്സോർബ് ചെയ്തുകൊണ്ട് ഇലക്ട്രിസിറ്റി പ്രൊഡ്യൂസ് ചെയ്യുന്ന സെല്ലുകളാണ് ഡൈ സെൻസിറ്റൈസ്ഡ് സോളാർ സെൽ. ഡൈ മീൻസ് ഒരു കളേർഡ് കോമ്പൗണ്ട് ആണ്. ഇലക്ട്രോൺസ് ഒറിജിനേറ്റഡ് ഫ്രം എ ഡൈ വെൻ ഇറ്റ് അബ്സോർബ് ലൈറ്റ്. അപ്പോൾ ഇതിനകത്ത് ഇങ്ങനെയാണ് അറേഞ്ച്മെൻറ്റ് വരുന്നത്. ഒരു ഗ്ലാസ്സിനകത്ത് ഒരു ടൈറ്റാനിയം ഡയോക്സൈഡ് ഉണ്ട്, അതിനകത്തോട്ട് നമ്മൾ അതിൻ്റെ നടുക്കിൽ ഡൈ കൊടുത്തിട്ടുണ്ട്. അയഡിനാണ് ഇവിടുത്തെ ഇലക്ട്രോലൈറ്റ്. ഇവിടെ ഒരു പ്ലാറ്റിനം ലെയർ ഉണ്ട്. അപ്പോൾ ഇത് ആനോഡും അത് കാഥോഡും.
അപ്പോൾ ഇവിടെ ഒരു നാനോ ടൈറ്റാനിയം ഡയോക്സൈഡ് അതിനകത്ത് ഡൈ കോട്ട് ചെയ്തിട്ടുണ്ട്. ഇതെല്ലാം മൊത്തത്തിൽ ഒരു ഗ്ലാസ്സിലാണ് എന്ത് ചെയ്യുന്നത് വച്ചിരിക്കുന്നത്. ഡൈ കണ്ടെയ്ൻ കോഞ്ചുഗേറ്റഡ് സിസ്റ്റം. ഡൈയിൽ എപ്പോഴും ആൾട്ടർനേറ്റീവ് ഡബിൾ ബോണ്ടാണ്. അപ്പോൾ അവർക്ക് ലൈറ്റിനെ അബ്സോർബ് ചെയ്യാനുള്ള ടെൻഡൻസി കൂടുതലാണ്. Working. Light passes through the transparent anode and excited the dye molecule. ടൈറ്റാനിയം ഡയോക്സൈഡിൻ്റെ മുകളിലേക്ക് ലൈറ്റ് വന്ന് വീഴുന്ന സമയത്ത് ഈ ഡൈ എന്ത് ചെയ്യും? മോളിക്യൂൾസിനെ എക്സൈറ്റ് ചെയ്യും. The electron flow through the external circuit to the platinum cathode. സ്വാഭാവികമായിട്ടും ഇലക്ട്രോൺ എവിടെ? ആനോഡിൽ നിന്ന് ഒറിജിനേറ്റ് ചെയ്ത് കാഥോഡിലേക്ക് പോകും. The electrolyte then ട്രാൻസ്പോർട്ട് ദ ഇലക്ട്രോൺ ബാക്ക് ടു ദ ഡൈ മോളിക്യൂൾ. ആ ഇലക്ട്രോൺ അവിടെ ഇരിക്കില്ല. ആ ഇലക്ട്രോൺ തിരിച്ച് എങ്ങോട്ട് വരും? ആനോഡിലേക്ക് വരും. അതിന് കാരണം ആരാണ്? അവിടുത്തെ ഇലക്ട്രോലൈറ്റ് ആയ അയഡിനാണ്. അപ്പോൾ ഡൈ ഈസ് ഓക്സിഡൈസ്ഡ് ആണ്. ദ ഓക്സിഡൈസ്ഡ് ഡൈ റിസീവ്സ് ആൻ ഇലക്ട്രോൺ ഫ്രം ദ അയഡിൻ വിച്ച് റെഡ്യൂസസ് ഡൈ ബാക്ക് ടു ദ ഒറിജിനൽ ഫോം. അപ്പോൾ അയഡിൻ ഇവരെ തിരിച്ചു കൊടുക്കുന്നത് വഴി എന്ത് ചെയ്യും? ഈ ഡൈ ഒറിജിനൽ ഫോമിലേക്ക് വരും. അപ്പോൾ ഇലക്ട്രോൺ ഡൈയെ റെഡ്യൂസ് ചെയ്യും. ഈ പ്രോസസ്സ് എന്ത് ചെയ്യും? ഇങ്ങനെ നടന്നുകൊണ്ടേയിരിക്കും. ഇതാണ് DSSCയുടെ വർക്കിംഗ് എന്ന് പറയുന്നത്. അതായത് ഇതിനകത്ത് ലൈറ്റ് വന്ന് വീഴുമ്പോൾ ടൈറ്റാനിയം ഡയോക്സൈഡിലുള്ള ഡൈസ് എക്സൈറ്റ് ചെയ്യുകയും അതിലെ ഇലക്ട്രോൺസ് ഒറിജിനേറ്റ് ചെയ്ത് പ്ലാറ്റിനത്തിലോട്ട് പോവുകയും ചെയ്യും. പ്ലാറ്റിനത്തിലോട്ട് പോകുന്ന സമയത്ത് അവിടെ നിന്ന് അയഡിൻ അതായത് ഇലക്ട്രോലൈറ്റ് തിരിച്ച് ഈ ഇലക്ട്രോണിനെ എങ്ങോട്ട് കൊടുക്കും? എവിടെ നിന്നാണോ ഒറിജിനേറ്റ് ചെയ്ത അങ്ങോട്ടത്തേക്ക് കൊടുക്കും. അപ്പോൾ ഇലക്ട്രോണിൻ്റെ ഫ്ലോ പോസിബിൾ ആയിട്ട് വരും. ഓക്കെ. Advantage: it has high efficiency, low cost, flexible, transparency, potential for building integrated photovoltaic. This has disadvantages: sensitive to temperature and humidity, limited durability, lower efficiency compared to silicon based solar cell. നമ്മൾ യൂഷ്വലി സിലിക്കൺ ബേസ്ഡ് സോളാർ സെൽ ആണ് യൂസ് ചെയ്യുന്നത്. അതിന് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ എഫിഷ്യൻസി കുറവാണ്. Application: it is used in building integrated photovoltaics, portable electronic devices like smartphone, cameras, sensors, etc. Wearable electrons, indoor lighting, outdoor lighting such as streets, parking, etc. Electric vehicles യൂസ് ചെയ്യുന്നുണ്ട്. മെഡിക്കൽ ഡിവൈസസ് ആയ ഗ്ലൂക്കോസ് മോണിറ്റർ, ഇൻസുലിൻ പമ്പിലൊക്കെ ഇത് യൂസ് ചെയ്യുന്നുണ്ട്. മിലിറ്ററി ആപ്ലിക്കേഷൻസ് ഉണ്ട്. അപ്പോൾ അതിലേതെങ്കിലും ഒരു 4 ആപ്ലിക്കേഷൻ പഠിച്ചു വയ്ക്കുക. അപ്പോൾ അതാണ് ഡൈ സെൻസിറ്റൈസ്ഡ് സോളാർ സെൽ. ഇത്രയൊക്കെയാണ് ഇതിനകത്ത് ചോദിക്കുന്ന വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള essay questions. Okay, thank you.